ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ 6 മണിയായി. ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. അപ്പോഴത്തേക്കിന് 4 മണി തൊട്ട് നല്ല വെളിച്ചം നമ്മുടെ വിൻഡോയിൽ നിന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. 3 മണി വരെ സിനിമ കണ്ടു. പിന്നെ നമ്മൾ ഉറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ 6 മണിക്ക് തന്നെ എണീറ്റ പാടെ ഞാനാണെങ്കിൽ ഗാർഗിൾ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചു. അതിനകത്ത് കുറച്ച് ടർമറിക് പൗഡറും സോൾട്ടും കൂടി ഇട്ടു. സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നല്ല വെളിച്ചമാണ് 4 മണി തൊട്ടേ. അന്നേരം നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പല്ല് തേക്കാം. പല്ല് തേക്കുന്ന ടൈമിലാണ് നമ്മുടെ AC-യുടെ പുറകിൽ കുറച്ച് കിളികളുണ്ട്, കിളിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അവിടെ നല്ല സൗണ്ടായിരുന്നു, നല്ല കിളികൾ. എപ്പോഴും അമ്മക്കിളി വെളിയിലെങ്ങാണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലാണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈമാണ് 6 മണിക്ക് എണീക്കുന്നത്. കുറച്ച് നേരം നമുക്ക് വെളിയിലിരിക്കാം, കുറച്ച് സൺലൈറ്റൊക്കെ അടിക്കട്ടെ. നമ്മളെപ്പോഴും അകത്തിരിക്കുക, അങ്ങനെ ഒരു പണിയും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് D3 ഒക്കെ കിട്ടട്ടെ എന്ന് കരുതി. വെളുപ്പിന് നമുക്ക് വെളിയിലൊക്കെ ഇരിക്കാൻ പറ്റും. ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടും വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ചൂടാണ്. ഇനി കുറച്ചും കൂടെ ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. AC ഒന്നും ഇപ്പോൾ ഇടാതിരിക്കാനേ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം എന്നാ ഇന്ന് ചെയ്യുമെന്നാണ് കരുതിയത്. എന്നും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. സിനിമയാണ് ഞങ്ങളിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സിനിമ കാണും, പഴയ സിനിമയൊക്കെ ഞങ്ങളിപ്പോൾ ഇരുന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം. ക്ലാസ് ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു രാവിലെ എണീക്കുന്നത്. അതൊരു 6:30-ക്ക് ഇറങ്ങണം, പക്ഷേ എണീക്കുന്നത് 6:15-നായിരുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് നേരത്തെ എണീക്കുന്നത്. ഇങ്ങനെ ചുമ്മാ ഇരുന്നും കിടന്നു നോക്കി ഞങ്ങൾക്ക് നന്നായിട്ട് മടുത്ത്. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ അങ്ങനെ ജോലിയൊന്നും ഇല്ല. ഇവിടെ നമ്മളെപ്പോഴും ഇവിടെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ എല്ലാവരും ജോലി തീർക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ജോലിയില്ല. പിന്നെ അലക്കണ്ട, അതൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാർഡ് വർക്ക് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. പിന്നെ രാവിലെ എണീറ്റ് കുക്കിയാണ്. ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. ടൊമാറ്റോയും ഒണിയനും വെച്ചിട്ടൊരു ചമ്മന്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടി ചേർക്കത്തില്ല, വറ്റൽമുളക് ഇവിടെ അങ്ങനെ പറയത്തില്ല, ഞങ്ങളങ്ങനെ പറയുന്നത്, അതാണ് ഇടുന്നത്. പക്ഷേ നല്ല എരിവായിരുന്നു. അത് 3 ഞാൻ ഇട്ടു. 3 ഇതിൻ്റെ കാര്യമില്ല, 2 ഇട്ടാൽ മതി. ഇവിടെ അതിന് നല്ല എരിവാണ്. ഞാനും ഈ വർഷവും നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ്, പക്ഷെ നടക്കത്തില്ലെന്നാണ് തോന്നുന്നത്. നമ്മുടെ സ്കൂളൊന്നും തുറക്കുന്നുമില്ല. ഇനി ആഗസ്റ്റോ സെപ്റ്റംബറിലെങ്ങാണ്ട് സ്കൂൾ തുറക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന, എല്ലാവരും അറിയത്തില്ല. അപ്പോഴത്തേക്കിന് നമുക്ക് എന്നാ ചെയ്യും? നമുക്ക് ഈ വർഷവും നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ആര്യയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ആര്യയുടെ അനിയനെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും? പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. എന്തെല്ലാം പ്ലാൻ ചെയ്തതൊന്നും നടക്കത്തില്ല. പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് ഉജൂബ, മെയ്ഡ് ഇൻ പാകിസ്ഥാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിപ്പോൾ ട്രൈ ചെയ്തു. ഒരാൾ മേടിച്ചാണ്, എല്ലാവരും ഇപ്പോൾ മേടിച്ചു. 1, 2, 3 യൂസ് ചെയ്തവരുണ്ട് ഇവിടെ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സോപ്പും കിട്ടും. ആ സോപ്പാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സോപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എൻ്റെ സ്കിന്ന് ഓയിലി ആയതുകൊണ്ട് ഓയിലി സ്കിന്നിന് നല്ലതല്ല. ഇവിടെ ബാക്കി എല്ലാവരും ഡ്രൈ സ്കിന്നുകാരാണ്. അവർക്ക് നല്ല സ്കിൻ വൈറ്റനിങ്ങിന് നല്ല ബെസ്റ്റ് പ്രോഡക്റ്റാണിത്. അത് തെറ്റ് സ്കിൻ വൈറ്റ് ആയവരും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേസെല്ലാം കഴുകിയിട്ട് വന്നു. അപ്പോൾ 5 മിനിറ്റ് മുമ്പേ ഞാൻ കഴുകായിരുന്നു, കാരണം ആ ടൈമിലേക്ക് കണ്ണ് പോലും തുറക്കാൻ പറ്റിയില്ല. നന്നായിട്ട് കണ്ണ് നീറുമായിരുന്നു. ബാക്കി എല്ലാ സോപ്പ് ഷാമ്പൂ എല്ലാം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ കണ്ണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും എനിക്ക് നീറേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം നല്ലതായിട്ട് എനിക്ക് കണ്ണുപോലും തുറക്കാൻ മേലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരെ എൻ്റെ വന്നു. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. കണ്ണാണെങ്കിൽ ചുമന്ന് വന്നു. നമ്മളിന്ന് ഉറങ്ങിയില്ലാത്തതുകൊണ്ട് നല്ലതായിട്ട് ക്ഷീണമുണ്ടായിരുന്നു. അപ്പം കരുതി ഒരു സിനിമ കണ്ടിട്ട് ഉറങ്ങാമെന്ന്. സിനിമ പകുതി വരെ ആയപ്പോൾ തന്നെ ഞാനങ്ങ് ഉറങ്ങി. പിന്നെ ആണെങ്കിൽ
ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ എണീക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്കിന് പിന്നെയും നല്ല ഉറക്കം വന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.